മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിൽ നിൽക്കുമ്പോൾ ശക്തമായ വിശപ്പ് വന്നു. ഭയങ്കരമായ വിശപ്പും ദാഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്കിറങ്ങി തൻ്റെ ഭാര്യമാരുടെ സമീപത്തു ചെന്നു. തൻ്റെ ഭാര്യമാരെ വീടുകളിലൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും ഇവിടെ ഭക്ഷണമായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ആ ഭാര്യമാരൊന്നും അവരുടെ ഒന്നും വീടുകളിൽ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാൻ ആ വീട്ടിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ വിശപ്പു സഹിച്ച് അവസാനം അവിടുത്തെ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ചെന്നു. പൊന്നുമോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. ആ മകളെ വീട്ടിലേക്ക് ചെന്നിട്ട് വാതിലിനു മുട്ടി. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് വാതിൽ തുറന്നു. ഫാത്തിമ ബീവി അത്ഭുതപ്പെട്ടു പോയി, വല്ലാത്ത സന്തോഷമായി. കാരണം പൊന്നുപ്പ കയറി വന്നിരിക്കുന്നു. ഉപ്പാനെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാക്കുള്ളത്. ആ സന്തോഷത്തോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൈപിടിച്ച് ഉപ്പാനെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി. എന്നിട്ട് ചോദിച്ചു, പൊന്നുപ്പാ നിങ്ങൾ എന്തേ വന്നത്? സന്തോഷമല്ലേ? എന്താ വിശേഷങ്ങളൊക്കെ? ഇപ്പോഴെന്താ വന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ നല്ല സന്തോഷം, റാഹത്താണ്. പക്ഷേ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ഫാത്തിമ മോള് ചോദിച്ചു, എന്താണ് ഉപ്പ നിങ്ങൾക്ക് പറയാനുള്ള സ്വകാര്യം? പറഞ്ഞോളൂ. അപ്പോൾ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹായെ ഇങ്ങനെ ചേർത്തു പിടിച്ചിട്ട് അവരെ ചെവിയിൽ സ്വകാര്യമായിട്ട് ചോദിച്ചു, മോളെ ഉപ്പാക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി. പൊന്നുമോള് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും പാകം ചെയ്തത് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഉപ്പ എൻ്റെ വീട്ടിൽ ഞാനും ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി. ഇവിടെ ഒരു ചുള കാരക്ക പോലും നിങ്ങൾക്ക് എടുത്തു തരാൻ ഇവിടെ ഇല്ലല്ലോ. എന്തു ചെയ്യുമെന്ന് ചോദിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. വല്ലാതെ കരയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒന്നുകൂടെ അങ്ങോട്ട് അണച്ചു ചേർത്തിട്ട് പറഞ്ഞു, പൊന്നുമോൾ കരയണ്ട, അത് സാരല്ല, ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ, ഉപ്പ പോവുകയാണ് എന്ന് പറഞ്ഞ് മകളോട് യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് ഉപ്പ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കി നിന്നു. പടച്ചോനെ, എൻ്റെ ഉപ്പാക്ക് ഭക്ഷണം കിട്ടിയിട്ട് എത്ര നാളായി, ആ ഉപ്പാക്ക് എത്ര വിശപ്പുണ്ടാകും റബ്ബേ എന്നിങ്ങനെ ആലോചിച്ച് തൻ്റെ കോലായിലിരുന്ന് വീടിൻ്റെ ഉമ്മരത്ത് വന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഫാത്തിമ ബീവിൻ്റെ കണ്ണുനിങ്ങനെ കണ്ണുനീരൊലിക്കുന്നുണ്ട്. വല്ലാത്തൊരു കഷ്ടപ്പാടു തന്നെ. എൻ്റെ ഉപ്പാക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, എൻ്റെ ഉപ്പ എത്രയാണ് കഷ്ടപ്പെടുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പോയി. ഫാത്തിമ ബീവി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീടിൻ്റെ ഉമ്മരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴതാ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അയൽവാസി ഒരു ഭക്ഷണപാത്രവുമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്.
ഫാത്തിമ ബീവി ആ ഭക്ഷണപാത്രം സന്തോഷത്തോടെ വാങ്ങി, വലിയ താല്പര്യത്തോടെ വാങ്ങി. ആ കയറി വന്ന് ഈ ഭക്ഷണം കൊടുത്ത വീട്ടുകാരി അയൽവാസിനി പറഞ്ഞു, മോളെ ഫാത്തിമ, ഇത് നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ വീട്ടിൽ പാകം ചെയ്ത 2 റൊട്ടിക്കഷ്ണമാണ്, വെറും 2 റൊട്ടിക്കഷ്ണമാണ് ഈ പാത്രത്തിലുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്. ഞങ്ങളും ഞങ്ങളെ കുട്ടികളൊക്കെ കഴിച്ചു, ഇതിൽ നിന്ന് ബാക്കിയുള്ളത് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വലിയ സന്തോഷത്തോടെ അതങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ഫാത്തിമ ബീവി ഇങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ഫാത്തിമ ബീവി ആലോചിക്കുകയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി, ഇപ്പൊ എൻ്റെ ഉപ്പ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞിട്ട് ഉപ്പ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഞാൻ ഈ ഭക്ഷണം എന്ത് ചെയ്യണം? ഞാൻ കഴിക്കണോ അല്ല എൻ്റെ ഉപ്പാക്ക് കൊടുക്കണോ എന്നിങ്ങനെ ഫാത്തിമ ബീവി ആലോചിച്ചു. പെട്ടെന്ന് തന്നെ ഫാത്തിമ ബീവി തീരുമാനമെടുത്തു, ഞാൻ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, എൻ്റെ ഉപ്പാക്ക് കൊടുക്കട്ടെ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉപ്പ പോയ വഴിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി, പുറത്തേക്കിറങ്ങി, ഉപ്പാൻ അന്വേഷിച്ചിറങ്ങി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചിറങ്ങി. അപ്പോൾ പള്ളിയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപ്പാനെ വിളിച്ചു. ഉപ്പാ, റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിൽ ഇങ്ങനെ തലയിട്ട് നോക്കി പുറത്തേക്ക്. ആരാ വന്നത്? ഫാത്തിമ ബീവി, മകള് വന്നിട്ടുണ്ടല്ലോ, എന്താ മോളെ പോന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉപ്പാ, ഒരു 2 കഷ്ണം റൊട്ടി എൻ്റെ വീട്ടിലുണ്ട്, അടുത്തുള്ള വീട്ടുകാരി കൊണ്ടുവന്നതാണ്, അയൽവാസിനി നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് പൊന്നുപ്പ നിങ്ങൾ വരണം, ആ റൊട്ടിക്കഷ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ കയറി ആ റൊട്ടിക്കഷ്ണത്തിൻ്റെ പാത്രം മുന്നിലേക്ക് വെച്ചു. മുന്നിൽ വെച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ വന്നിരിക്കി, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഇല്ല ഉപ്പ, എനിക്ക് വിശപ്പൊന്നുമില്ല. ഫാത്തിമ ബീവിക്ക് നല്ല വിശപ്പുണ്ട്, പക്ഷേ ഈ 2 റൊട്ടിക്കഷ്ണം എൻ്റെ ഉപ്പാക്ക് തന്നെ കഴിക്കാൻ ഉണ്ടാവുമോ? അതുകൊണ്ട് ഫാത്തിമ ബീവി പറഞ്ഞു, എനിക്ക് വിശപ്പൊന്നും കാര്യമായിട്ടില്ല ഉപ്പ, നിങ്ങൾ കഴിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധിച്ചു, അല്ല ഫാത്തിമ, നിങ്ങളും കൂടെ ഇരിക്കേ. പൊന്നുമോളെ പിടിച്ചിരുത്തി ആ 2 റൊട്ടിക്കഷ്ണം ഉള്ള ആ പാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിലേക്ക് വെച്ച്, കഴിക്കൂ മോളെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പ പറഞ്ഞു മകളോട്, കഴിക്കി. മകള് പറഞ്ഞു, അല്ല ഉപ്പ, നിങ്ങൾ കഴിക്കി. അല്ല മോളെ, നിങ്ങൾ കഴിക്കി. നോക്കൂ, നിങ്ങൾ എന്തൊരു സ്നേഹമല്ലേ ആ മകൾക്ക് ഉപ്പാനോടുള്ളൊരു സ്നേഹം. ആ മകൾ ഫാത്തിമ ബീവി ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, വെള്ളം കുടിച്ചിട്ട്, കാരക്ക കഴിച്ചിട്ട് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുകയാണ്. എന്നാലും ഞാൻ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, എൻ്റെ ഉപ്പാക്ക് വിഷമമുണ്ടാവരുത്, എൻ്റെ ഉപ്പ പട്ടിണിയായി പോവരുത് എന്ന് ചിന്തിച്ചിട്ട് ആ കിട്ടിയ റൊട്ടിക്കഷ്ണം അത് കൊടുക്കാൻ വേണ്ടി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഓടിച്ചെല്ലാണ്. ഇന്നലെ നമ്മൾ ഉമ്മാനെ സ്നേഹിക്കണം, ഉമ്മ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് കണ്ടോ നിങ്ങൾ, ഒരു മകള് ഉപ്പാനെ സ്നേഹിച്ചത്. അങ്ങനെ ഈ പാത്രം അവിടെ മുന്നിൽ വെച്ച് ആകെയുള്ളത് 2 റൊട്ടിക്കഷ്ണാണ്. ഇവർക്ക് ഒരാൾക്ക് തന്നെ കഴിക്കാൻ അത് തികയൂല. 2 റൊട്ടിക്കഷ്ണമൊക്കെ എവിടെ എത്തും? നാളുകളായി, ദിവസങ്ങളായി ഇവർ ഭക്ഷണം കഴിച്ചിട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രം അങ്ങോട്ട് തുറന്നു വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലി കഴിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചു, ഫാത്തിമ റളിയല്ലാഹു അൻഹ കഴിച്ചു, അവരെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കഴിച്ചു, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിച്ചു.
വെറും 2 റൊട്ടി കഷ്ണം അവരൊക്കെ കഴിച്ചിട്ടും ആ റൊട്ടി കഷ്ണം അവിടെ തന്നെ ബാക്കിയും ഉണ്ട്. ആ റൊട്ടി കഷ്ണത്തിന് ഒരു കുഴപ്പമില്ല, അതവിടെ തന്നെ ബാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണത്. ആ റൊട്ടി കഷ്ണം അവിടെ തന്നെ ബാക്കി നിൽക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കൂ നിങ്ങൾ, അവിടുത്തെ മകള് സ്നേഹിച്ചത്. അല്ലാഹു തആല നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരിൽ നിന്ന് അവര് നമുക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ഒക്കെ നീ സ്വർഗം നൽകണേ അല്ലാ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. കഥ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് പറയാണ്, നിങ്ങൾ കുട്ടികളെ ഇരുത്തണം. നിങ്ങൾ കേട്ടാൽ പോരാ, ഇത് നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ. ഈ സംഭവം എന്തിനാണെന്നറിയോ കുട്ടികളെ ഇരുത്തണം എന്ന് പറയുന്നത്? ഒരു കഥ അങ്ങോട്ട് പറഞ്ഞിട്ട് ദുആരക്കുന്നത് ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഉപ്പമാരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ആ ദുആയിൽ നമ്മൾ ആ പിഞ്ചു പൈതം മക്കളൊന്ന് കൈപൊക്കിയിട്ട് ഒന്ന് ദുആയിരുന്നാൽ തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്ക മനസ്സിനുടമകളാണ് അവര്. നമ്മൾ ഓരോരുത്തരെയും മക്കളെ 5, 6, 8 വയസ്സായ കുട്ടികൾ അവരൊരു തെറ്റും ചെയ്യാത്ത നല്ല ശുദ്ധമായ കൽബിനുടമകളാണ്. നമ്മളെ കൽബ് എത്ര മോശമാണ്! എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം മാലിന്യങ്ങളാണ് നമ്മളെ കൽബിലുള്ളത്. ഹസദില്ലാത്ത കൽബാരുതാ, റിയാ ഇല്ലാത്ത കൽബാരുതാ, കിബറില്ലാത്ത കൽബാരുടേതാ, തെറ്റ് ചിന്തിക്കാത്ത കൽബാരുടേതാ. അപ്പൊ നമ്മളെ കൽബ് എല്ലാ അർത്ഥത്തിലും വളരെ മോശമാണ്. നമുക്ക് വേണ്ടി ദ്വാരക്കാൻ നമ്മൾ ആ തെറ്റ് ചെയ്യാത്ത പിഞ്ചു പൈതം മക്കൾ അവസാനം നമ്മൾ ദ്വാരക്കുമ്പോൾ ആ കുട്ടികളൊന്ന് ആമീന്ന് ചൊല്ലിയാൽ അത് മതിയാവും. നമുക്ക് കഥ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലേ എന്നതല്ല ഉമ്മമാരെ, നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് വേണ്ടി ഒരു ദുആ അവരെ കൊണ്ട് നടത്തുകയാണ്. അവരൊന്ന് ആമീൻ പറയുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമാണ് നമ്മൾ ഇതിലൂടെയൊക്കെ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളെ കുട്ടികളെ ഈ കഥ കേൾക്കാൻ എന്തായാലും നിങ്ങൾ ഇരുത്തണം. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ കഴിയോടെ ഏതായാലും നമ്മളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഐനുന്നൂർ മജ്ലിസിലെ കുട്ടികൾക്കുള്ള ഒരു പ്രത്യേകമായ പദ്ധതിയാണിത്. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. മഹബത്തുള്ള മക്കളാക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.